ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും പേടിച്ചിരിക്കുന്നത്, എനിക്ക് ഏറ്റവും വെല്ലുവിളിയും അതായിരുന്നു. തോക്ക് പിടിക്കാൻ. ഓ, എന്നിട്ട് പിന്നെ അതെങ്ങനെ ഫയർ ചെയ്യുന്ന. ശരിക്കും സിനിമയിൽ റീച്ചൽ അത്രയും ബോൾഡാണ്, ഹണിയാണെങ്കിലോ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ഒരു സംവിധായക എന്നുള്ള ഒരു പരിവേഷത്തിലേക്ക് വരിക എന്നുള്ളത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല നമ്മുടെ ഇൻഡസ്ട്രിയിൽ. വെടക്ക് സ്വഭാവം നമുക്ക് എല്ലാവർക്കും അവിടെ എവിടെയൊക്കെ ഉണ്ടാവും. പക്ഷെ അതെങ്ങനെ നമ്മൾ മൂടി വെക്കുന്നു എന്നതായിരിക്കും നമ്മുടെ സമയത്ത് മാത്രം എടുക്കുള്ളൂ പുറത്തേക്ക് എടുക്കാൻ. സത്യത്തിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് തോന്നുന്നു അതിന്റെ ആ ജനറേറ്റർ റൂമിൽ ഇങ്ങനെ കൊണ്ടുപോയി ലോക്ക് ചെയ്ത് വെച്ചു കുറെ നേരത്തേക്ക്. ഞാനും അച്ഛനും ഇങ്ങനെ അതിന്റെ ഈ അഴിക്കുള്ളിൽ കൂടി ഇങ്ങനെ നോക്കാൻ ആളുകളെ. സോഷ്യൽ മീഡിയയിൽ വരുന്ന ട്രോൾസ് ആണെങ്കിലും അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്, ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ? 2005 ജൂലൈ തൊട്ട് തുടങ്ങി, ഇതിപ്പോ 20 വർഷങ്ങൾക്ക് ശേഷം 2025 റീച്ചിൽ വരെ എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ 20 വർഷങ്ങളായി നമ്മുടെ മലയാളികളുടെ കൂടെ സിനിമയിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും എല്ലാം സ്റ്റാർ ആണ് ഹണി റോസ്. വെൽക്കം ടു ക്ലബ് എഫ് എം. കഴിഞ്ഞ 20 വർഷങ്ങളായി എനിക്ക് തോന്നുന്നു 36ാമത്തെ സിനിമയാണ് റീച്ചൽ. എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷം. 36ാമത്തെ സിനിമയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ വന്നെത്തുമ്പോ ഒരു ടൈറ്റിൽ കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര എന്താ പറയാ, സ്ട്രോങ് ആയിട്ടുള്ള, ഭയങ്കര ബ്രേവ് ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. സത്യം, ഞാൻ ആ ടീസർ ഇങ്ങനെ കണ്ടപ്പോ അല്ലെങ്കിൽ ട്രെയിലർ കണ്ടപ്പോ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറല്ലേ ഫീൽ ചെയ്തു റീച്ചൽ. ശരിക്കും സിനിമയിൽ റീച്ചൽ അത്രയും ബോൾഡാണ്, ഹണിയാണെങ്കിലോ? ഞാനും അത്യാവശ്യം റീച്ചലിൽ അത്രയൊന്നും ഇല്ലെങ്കിലും ഒരു ചെറിയ ശതമാനമൊക്കെ എന്നെ ബോൾഡായിട്ട് തന്നെ കണക്കാക്കാം. പക്ഷെ റീച്ചൽ എനിക്ക് തോന്നുന്നു ഭയങ്കര യൂണീക്ക് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ആനന്ദിനിയുടെ ഫസ്റ്റ് മൂവിയാണ്, ഡെബ്യൂ മൂവിയാണ്. യെസ്, ആനന്ദിനി സ്റ്റോറി ലൈൻ. അപ്പൊ ഒരു ചെറുകഥയായിരുന്നു. രാഹുൽ മണപ്പാട്ടാണ് ഇതിന്റെ സ്ക്രിപ്റ്റും കഥയും ഒക്കെ അദ്ദേഹത്തിന്റെയാണ്. അപ്പം അദ്ദേഹം എഴുതിയ ഒരു ചെറുകഥയായിരുന്നു ഇത്. അതിന് ഒത്തിരി അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു ചെറുകഥയായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് അതൊരു സ്ക്രിപ്റ്റിലേക്ക് ഡെവലപ്പായി ആവുന്നതും ഒക്കെ. അപ്പം എനിക്കിത് കേട്ടപ്പം തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ, അത്രയും ഇന്റൻസ് ആയിട്ടുള്ള തീക്ഷ്ണതയുള്ള കഥാപാത്രങ്ങളൊക്കെ നമ്മള് വളരെ കുറവാണ് ഇപ്പം കേൾക്കുന്നത്. യെസ്, അപ്പൊ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഈ കഥ പറയുന്ന സമയം തൊട്ടിട്ട് പിന്നെ ഇതുവരെയും ഞാൻ ഈ സിനിമയുടെ ഭാഗമാണ്. ആ ഒരു ജേർണി എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് ഞാൻ എന്നും എല്ലാ കാലത്തും എൻ്റെ മനസ്സോട് ചേർത്ത് വെക്കുന്ന ഒരു കാര്യമാണ്. അത്രയും രസമുള്ള ഒരു കഥാപാത്രം. അത് എന്റെ റേച്ചൽ മാത്രമല്ല, ഈ സിനിമയിലുള്ള മറ്റു ക്യാരക്ടേഴ്സ് എല്ലാം അങ്ങനെ തന്നെയാണ് അവര് ചെയ്തേക്കുന്നത്, പോർട്രേ ചെയ്തേക്കുന്നത്. ഞാൻ ഇതുപോലെ കേട്ടിട്ടുണ്ട്, ആദ്യമായിട്ട് ഒരു വുമൺ ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യുവാണ്. ഇപ്പൊ ആനന്ദിനിയുടെ ഫസ്റ്റ് ഡയറക്ഷനിൽ വരുന്നതാണ്. അപ്പൊ ആ ഒരു ഡിഫറൻസ് എങ്ങനെ, ഒരു വുമൺ ഡയറക്ടറിനോട് വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഡിഫറൻസ് എങ്ങനെ ഫീൽ ചെയ്യണേ? അതുകൊണ്ട് അതിന് ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്തിരുന്നു. എക്സ്ട്രാ ഹാപ്പിനെസ് അല്ല, കാരണം സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ഒരു സംവിധായക എന്നുള്ള ഒരു പരിവേഷത്തിലേക്ക് വരിക എന്നുള്ളത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല നമ്മുടെ ഇൻഡസ്ട്രിയിൽ. കാരണം എനിക്ക് ഇതിനു മുമ്പ് പല ആളുകളും ഇങ്ങനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്കൊന്നും അതിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഒരു പല ബുദ്ധിമുട്ടുകളും നമ്മൾ തന്നെ ഫേസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അവർ. അപ്പം ആനന്ദിനി ഒരു ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള ആളാണ്. ഇത്രയും ഒരു ഹ്യൂജ് സപ്പോർട്ട് സിസ്റ്റം, ഇത്രയും നല്ല ഒരു പ്രൊഡ്യൂസർ ആൻഡ് എബ്ലിഡ് ഷൈൻ സാറാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരുടെയും ഒരു അത്രയും നല്ലൊരു ടീമിന്റെ ഒരു സപ്പോർട്ട് ആനന്ദിനിക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് അവരുടെ ഒരു ഡെഡിക്കേഷനും ഒരു പാഷനും തന്നെയാണ് ഈ ഒരു സിനിമ പ്രാവർത്തികം ആയത്. ഒരു കാലഘട്ടത്തിന്റെ കൂടെ കഥ പറയുന്ന ഒരു സിനിമയാണ്. അപ്പൊ നമുക്കൊരു ഈസി ആയിട്ടുള്ള, ഇപ്പൊ അതിന്റെ അവർ ഉപയോഗിക്കുന്ന ഭാഷയായാലും അത് അത്ര ഈസി ആയിട്ട് നമുക്ക്, കാരണം നമ്മൾ സംസാരിക്കുമ്പം എന്തെങ്കിലുമൊക്കെ ഇംഗ്ലീഷ് വേർഡ്സ് ഒക്കെ നമ്മൾ ഇടയ്ക്ക് കയറി വരും, നാച്ചുറലി കയറി വരും. ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ഒരു സാധനങ്ങൾ കയറി വരും. അതൊന്നുമില്ലാതെ ഒരു അച്ചടി ഭാഷയുള്ള സംസാരിക്കുന്ന കഥാപാത്രങ്ങളല്ല, വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ റോ ആയിട്ട് സംസാരിക്കുന്ന കഥാപാത്രങ്ങളാണ് ഈ സിനിമയിൽ മുഴുവനുള്ളത്. അപ്പൊ അതൊക്കെ ഇത്തിരി വെല്ലുവിളിയായിരുന്നു തുടക്ക സമയങ്ങളിൽ. പിന്നീട് അത് പിന്നെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻച്വലി നമ്മളതിൽ ബ്ലെൻഡായി, എല്ലാവരും അങ്ങനെ തന്നെ ആയി എന്ന് പറയാൻ പറ്റും. അപ്പൊ അതിനെല്ലാം ആനന്ദിനിയുടെ കോൺട്രിബ്യൂഷൻ ആൻഡ് എബ്രിഡ് ഷൈൻ സാറിന്റെ അദ്ദേഹത്തിന്റെ ഒരു ഗൈഡൻസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആ എന്റെ കഥാപാത്രത്തെ കൂടുതൽ മനസ്സിലാക്കാനും എന്താ പറയാ, അഭിനയത്തിൽ കുറച്ചും കൂടിയൊക്കെ നമ്മള് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇങ്ങനെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം നമുക്ക് ഭയങ്കര രസമായിട്ട് പറഞ്ഞു തരും. ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ഒരു ഷോർട്ട് സ്റ്റോറിയാണ് പിന്നീട് ഇത് വലുതാക്കി നമ്മളൊരു സിനിമയാക്കണേ. അപ്പൊ ഒരു സ്റ്റോറി ഓൾറെഡി റിട്ടൺ ഒരു സ്റ്റോറി പിന്നെ ഇതൊരു സിനിമയിലേക്ക് ആക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെ അത് അഭിനയിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള നല്ല ചാലഞ്ചസ് ഉണ്ടാവുമല്ലോ. അതിൽ ആ ഓൾറെഡി ഒരു ഷോർട്ട് സ്റ്റോറി എഴുതിയ ആൾക്കും അല്ലെങ്കിൽ അത് വായിച്ച ആൾക്കാർക്ക് അത് കിട്ടണമല്ലോ. സോ അത് എത്രത്തോളം ചാലഞ്ചിങ് ആയിരുന്നു?
ഷോർട്ട് സ്റ്റോറി അവർ തന്നെയാണ് അത് ഡെവലപ്പ് ചെയ്തേക്കുന്നത്, സ്ക്രിപ്റ്റ് ആക്കിയേക്കുന്നതും രാഹുൽ മണപ്പാട്ട് തന്നെയാണ് സ്ക്രിപ്റ്റ്. എബ്രിഡ് ഷൈൻ സാറും സ്ക്രിപ്റ്റിന്റെ പിന്നിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹവും. അപ്പം അവർക്ക് ആ സിനിമ എന്താണെന്നുള്ളത് അവർക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞത് കൊണ്ട് തന്നെയാണ് അവർ ആ സിനിമയായിട്ട് മുമ്പോട്ട് പോകാൻ ഡിസൈഡ് ചെയ്യുന്നത്. ഇവൻ എനിക്ക് ആ കഥ പറഞ്ഞപ്പോഴും എനിക്കും അത്രയും അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ അത് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. ആൻഡ് ഇത് പറഞ്ഞ പോലെ പലതും ഭയങ്കര റോ ആയിട്ട് കാണിക്കുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞതുപോലെ തന്നെ കാട് ഒരു ഭയങ്കര പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഈ സിനിമയിൽ. വേട്ടക്കാരൻ, കാട്, അതൊക്കെ നമ്മൾ ട്രെയിലറിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പലപ്പോഴും ആ ഒരു ലൈഫ് നമ്മൾ എത്രത്തോളം സിനിമയിൽ അതിന്റെ ഒരു പ്യൂറസ്റ്റ് ഫോമിൽ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതെല്ലാം ഈ സിനിമയിൽ അത് റിയൽ ആയിട്ട് വേട്ടയ്ക്ക് പോകുന്ന ആളുകളെ വിളിച്ച് അവരുടെ എക്സ്പീരിയൻസുകളും കേട്ട് അങ്ങനെയൊക്കെ ചെയ്തേക്കുന്ന സിനിമയാണിത്. ഇപ്പം ഈ ഇറച്ചി വെട്ടുകാരി എന്ന് പറയുമ്പം ആ ഇറച്ചി വെട്ടുന്ന ആളുകളെ വിളിച്ച് അവര് സംസാരിക്കുന്ന രീതികളുണ്ട്. ഈ ഓരോ ഇറച്ചിയുടെ ഓരോ കട്ട്സിനും ഡിഫറൻസ് ഉണ്ട്. അതിന്റെ പേരുകൾക്ക് ഓരോ കട്ട്സിനും ഡിഫറൻസ് ഉണ്ട്, അതിന്റെ പേരുകൾക്ക് വ്യത്യാസമുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് കുറെ ഹോംവർക്ക് ചെയ്യേണ്ട ഒരു സിനിമയായിരുന്നു. ആൻഡ് വേട്ടക്കാരി എന്ന് പറയുന്ന നാടൻ തോക്ക് കൈകാര്യം ചെയ്യുന്ന സീക്വൻസ് ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും പേടിച്ചേക്കുന്നത്, എനിക്ക് ഏറ്റവും വെല്ലുവിളിയും അതായിരുന്നു, ഫയർ ചെയ്യുന്ന സീക്വൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതായിരുന്നു എനിക്ക് ഏറ്റവും വെല്ലുവിളി. എനിക്ക് കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീയാണ്. ഇവർ ഈ തോക്ക് പിടിച്ചത് ഫയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആറ്റിറ്റ്യൂഡിലായിരിക്കണം അത് ചെയ്യേണ്ടത്. ഞാൻ പറയുമ്പോഴെന്നെ അതെനിക്ക് ഭയങ്കര വെല്ലുവിളിയുള്ള ഒരു കാര്യമായിരുന്നു. പിന്നെ പോത്ത്, അതും ഈ സിനിമയില് എന്താ പറയാ ഒരു ഭയങ്കര നായികയെ പോലെ തന്നെ അല്ലെങ്കിൽ നായകനെ പോലെയൊക്കെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു റോള് ചെയ്തിട്ടുണ്ട്. പോത്തും ഭയങ്കര പേടിയല്ല, ചില പോത്തുകൾ നല്ല ഇണങ്ങി നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ക്യാരക്ടറായിട്ട് ഇൻവോൾവ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് ചിലത് അങ്ങനെയല്ലായിരുന്നു. അപ്പൊ അതിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ചിലർക്ക് ഇഞ്ചുറി ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതില്. അപ്പൊ അങ്ങനെ കുറെ വെല്ലുവിളികളുള്ള ഒരു സിനിമ തന്നെയായിരുന്നു ഇത്. അതെ അതെ അതെ. അതുപോലെ സിനിമയിൽ ട്രെയിലറിൽ കണ്ട ഒരു ഡയലോഗാണ്, കാണുന്ന പോലെയല്ല അവള് സ്വഭാവം ഭയങ്കര വെടക്കാന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. പക്ഷെ ഞാൻ ഹണിയുടെ കുറെ ഇന്റർവ്യൂസ് എടുത്ത് നോക്കിയപ്പോ അതിന്റെ താഴെ വരുന്ന കമന്റ്സിലൊക്കെ ആ പേര് പോലെ തന്നെ ഭയങ്കര സ്വീറ്റ് ആയിട്ട് സംസാരിക്കണം, സ്വീറ്റ് ആയിട്ടുള്ള ഒരാളാന്ന് പറയും. ഹണീനെയും അതുപോലെ റേച്ചലിലെ ഒരു ഡിഫറൻസ്, ഈ പറഞ്ഞ സ്വീറ്റ് നേച്ചർ ആയിക്കോട്ടെ അല്ലെങ്കിൽ അവിടെ ഭയങ്കര വെടക്ക് സ്വഭാവം ആയിക്കോട്ടെ, അതെങ്ങനെ ഒന്ന് നമുക്കൊന്ന് പറഞ്ഞുതരാം. വെടക്ക് സ്വഭാവം നമുക്ക് എല്ലാവർക്കും അവിടെ എവിടെയൊക്കെ ഉണ്ടാവും. പക്ഷെ അതെങ്ങനെ നമ്മൾ മൂടി വെക്കുന്നു എന്നതായിരിക്കും നമ്മുടെ സമയത്ത് മാത്രം എടുക്കുള്ളൂ, പുറത്തേക്ക് എടുക്കുക എന്നുള്ളത്. റേച്ചൽ അവളുടെ ജീവിതത്തിൽ അവൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ക്യാരക്ടറിലേക്കും ആ ഒരു ബിഹേവിയർ പാറ്റേണിലേക്കും അവളെ മോൾഡ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്, ടൈം ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നതാണ്. അവൾക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എന്താ പറയാ സ്വഭാവ രീതികളാണ് പുള്ളിക്കാരി പ്രകടിപ്പിക്കുന്നതൊക്കെ. അതുമായിട്ട് എത്രത്തോളം എനിക്ക് എന്താ പറയാ താരതമ്യം ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. കാരണം അവര് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ശക്തിയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. സ്ട്രോങ് ഡിസിഷൻസ് എടുക്കുന്ന, ഒന്നിനെയും പേടിക്കാത്ത, ഒന്നിനെയും കൂസാത്ത അങ്ങനെ ഒരു സ്ത്രീയാണ് അവര്. അത് അങ്ങനെയൊക്കെ ആവുകയാണെങ്കിൽ ഞാൻ വേറെ ലെവലായിരിക്കും. ഓക്കെ, അതുപോലെ ഇപ്പൊ കാട്ടിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഈ കാട്ടിൽ ആദ്യമായിട്ട് ചെയ്യുന്ന പോലെ നമുക്ക് കാണാം, ഫുള്ള് കംപ്ലീറ്റ് കാട്ടിലാണ്. കാട്ടിലുള്ള ആളുകൾ സംസാരിക്കുന്ന പോലെ ഇപ്പൊ നേരത്തെ ഇറച്ചിയുടെ ഒരു ഇത് പറഞ്ഞു, അതല്ലാതെ നാച്ചുറൽ ആയിട്ട് ഇപ്പൊ സംസാരിക്കുന്ന പോലെ സംസാരിക്കേണ്ടൊക്കെ വരും. സോ അതെങ്ങനെയാണ് പഠിച്ചെടുത്തത്, അല്ലെങ്കിൽ ഈ കാട്ടിലുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? കാട്ടിലെ ആളുകൾ സംസാരിക്കുന്ന പോലെ ഒന്നും സംസാരിക്കേണ്ടിയിരുന്നില്ല. നമ്മൾ നോർമൽ നാട്ടിൽ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ സംസാരിക്കുന്ന പോലെ സംസാരിച്ചാൽ മതി. കാട്ടിൽ നമ്മൾ പോകുന്നത് വേട്ടക്കാരാണെന്ന് പറയുന്നുണ്ട്. അപ്പം എന്താ പറയാ വേട്ടയ്ക്ക് വേണ്ടിയാണ് പോകുന്നത്. സോ അതൊക്കെ അതിന്റെ ഒതന്റിക് ഫോമിൽ തന്നെ ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് സംസാരിച്ച് അവരെങ്ങനെയാണ് ഈ തോക്ക് കൈകാര്യം ചെയ്യുന്ന രീതികളായാലും അല്ലെങ്കിൽ അവർ ആ പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കാറുണ്ട്, അങ്ങനെയൊക്കെയുള്ള മൈന്യൂട്ട് കാര്യങ്ങൾ പോലും അത് ഈ സിനിമയിലെ എന്താ പറയാ എല്ലാ സീൻസിലും നമുക്കത് കാണാൻ പറ്റും, വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഈ വേട്ടയുടെ കാര്യം മാത്രമല്ല, എല്ലാ കാര്യത്തിലും അത് അത്രയും പെർഫെക്ഷൻ കൊണ്ടുവരാൻ ആനന്ദിനി പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ കാര്യം ചോദിക്കാൻ കാരണം നമ്മൾ കാട്ടിലുള്ള ഒരു സീൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ ചുരുളി സിനിമയാണ്. ചുരുളി വേറെ ലോകത്ത്, കാട്ടിലേക്ക് ചെന്നപ്പോഴത്തേക്ക് വേറൊരു ഭയങ്കര റോ ആയല്ല. സോ ആ ഒരു ടച്ചും ഇതിലേക്ക് ഉണ്ടോ എന്നുള്ള രീതിയിൽ ചോദിച്ചത്. ഇല്ല, ഇത് രണ്ടും വ്യത്യസ്തമായ സിനിമകൾ തന്നെയാണ്, വ്യത്യസ്തമായ കഥ പറയുന്ന കഥാ പശ്ചാത്തലമുള്ള സിനിമകൾ തന്നെ.
ഓക്കെ. അപ്പൊ ഹണിയുടെ കരിയർ എടുക്കുകയാണെങ്കിൽ 2005 നമ്മൾ മലയാളത്തിൽ തുടങ്ങി, പിന്നെ 2007 ഒരു തമിഴിൽ പോയി. അപ്പൊ മലയാളത്തിൽ തന്നെ ഒരു ബ്രേക്ക് ത്രൂ കിട്ടാനായിട്ട് പിന്നെ ഒരു 5-6 വർഷം കഴിഞ്ഞ് 2012 ആയി. സോ അത്രയും ഒരു ഗ്യാപ്പ് ഉണ്ട്. സോ വാട്ട് ഡു ഫീൽ ലൈക്ക് മലയാള സിനിമയിൽ നിന്ന് ഇങ്ങനെ അർഹതപ്പെട്ട ഒരു ഇത് കിട്ടുന്നില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മളെ ഈ ഇൻഡസ്ട്രിയിൽ ഇപ്പം ഒരാള് എല്ലാവരും റീപ്ലേസ് ചെയ്യാൻ കഴിയും നമുക്ക് ഈസി ആയിട്ട് ആക്ടേഴ്സിനെ. അല്ല ഇന്ന ഒരാൾ വേണം ഇന്നൊരാൾ വേണം എന്നില്ല. അപ്പൊ അവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ മാത്രം ആവശ്യമാണ്. അപ്പൊ നല്ല സിനിമകൾ എന്നെ തേടി വന്നില്ലെങ്കിൽ അത് അങ്ങനെയുള്ള സിനിമകൾ വരുത്താൻ വേണ്ടിയുള്ള ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് എന്റെ ബാധ്യതയാണ്. അത് ഇൻഡസ്ട്രിയുടെയോ സിനിമയുടെയോ ബാധ്യതയല്ല. അതാ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോഴും പറയാം, ഞാൻ കടിച്ചു തൂങ്ങി കിടക്കുന്ന ഒരാളാണ് എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ വിട്ടിട്ട് പോയില്ല എന്ന് പറഞ്ഞ് കടിച്ചു തൂങ്ങി പോയില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാളാണ്. അപ്പം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ബ്ലെസ്സിങ്ങും ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള നല്ല സിനിമകൾ എന്നെ തേടി എത്തുന്നതും. ഉറപ്പായിട്ടും നല്ല സിനിമകളുടെ ഭാഗമായി ഇപ്പം ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട് എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ ഒരു റോളർ കോസ്റ്റർ ഒരു ജേർണി തന്നെയായിരുന്നു എനിക്കും. പക്ഷെ നല്ല സിനിമകൾ എന്നെ തേടി വരുന്നു എന്നുള്ളതിന് ഉദാഹരണം തന്നെയാണ് ഈ റേച്ചൽ പോലുള്ള മൂവി. അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ ചെയ്തത് മോൺസ്റ്റർ ആയിരുന്നു. അല്ലെങ്കിൽ അതിനു മുമ്പ് ഇപ്പൊ തെലുങ്കിലായാലും അത് അവിടുത്തെ ഒരു സൂപ്പർ ഹിറ്റ് മൂവി ആയിരുന്നു ചെയ്തത്. അപ്പൊ അതൊക്കെ ഒരു വീരസിംഹ റെഡ്ഡി എന്ന് പറഞ്ഞ അവിടുത്തെ ലെജൻഡറി ഒരു ആക്ടർ കൂടിയാണ് വർക്ക് ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ള സിനിമകൾ നമ്മളെ തേടി എത്തുന്നു എന്നുള്ളതാണ് എവിടെ ഒരു ബ്ലെസ്സിങ്ങും കൂടി ഉണ്ട്. നമ്മൾ കടിച്ചു തൂങ്ങി കിടക്കുന്ന അറ്റ് ദ സെയിം ടൈം നമുക്ക് ഒരു ബ്ലെസ്സിങ്ങും കൂടി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പൊ മോൺസ്റ്ററിന്റെ കാര്യം പറഞ്ഞപ്പോ ഇതൊരു ക്ലീഷേ ക്വസ്റ്റ്യൻ ആയിരിക്കും, എല്ലാരും ചോദിച്ചായിരിക്കും, എന്നാലും ചോദിക്കാണ്. ലാലേട്ടന്റെ കൂടെ ലൈക്ക് കുറെ സിനിമയിലുണ്ട്, ലാലേട്ടന്റെ കൂടെ നമ്മൾ കുറെ പരസ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു സമയത്ത് ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ കുറെ വീഡിയോസ് ഉണ്ടായിരുന്നു, ഹണി വിത്ത് ലാലേട്ടൻ പരസ്യമാണെങ്കിലും സിനിമയാണെങ്കിലും അതൊരു പ്രത്യേക കോംബോ ആണ്. ആക്ച്വലി ഒരു പരസ്യം ചെയ്തിട്ടുള്ളൂ, അതിന്റെ അതെനിക്ക് 2-3 ഇത് ലൈക് ഡിഫറൻസ് ഗെറ്റപ്പിൽ ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു അതെല്ലാം ഹിറ്റ് ആയോണ്ടായിരിക്കും ആയിരിക്കാം. പക്ഷെ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ഇറ്റ്സ് അമേസിങ്. കാരണം അതൊരു ഇത്രയും വലിയൊരു ലെജൻഡാണ്. ഇനി അദ്ദേഹം നേടാത്ത അംഗീകാരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. ആൻഡ് അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അതൊക്കെ നമുക്ക് എങ്ങനെ അത് നമ്മുടെ ലൈഫിലോ നമ്മുടെ ഒരു കഥാപാത്രം അവതരിപ്പിക്കും. കാരണം അദ്ദേഹത്തിന് ഇൻബോൺ ആയിട്ട് കിട്ടിയേക്കുന്ന ഒരു ടാലന്റ് ആണ്. അതൊരു നിമിഷം ഇങ്ങനെ മിന്നിമായുന്ന ഒരു പ്രതിഭാസമാണ്. സോ അത് എങ്ങനെ കൊണ്ടുവരാനും, പക്ഷെ ഒരു ഡിസിപ്ലിൻ ഒക്കെ നമുക്ക് കുറെ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു എത്രത്തോളം ഒരു വർക്കഹോളിക്കാണ് ലാൽ സാർ എന്നുള്ളത് നമുക്ക് കണ്ടു പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ലാലേന്റെ അടുത്ത് ഇപ്പൊ ഇത്രയും വർക്ക് ചെയ്തിട്ട് കിട്ടിയ ഏറ്റവും വലിയൊരു ഈ പറഞ്ഞ ഡിസിപ്ലിൻ അല്ലാതെ എന്തായിരിക്കും പഠിക്കാൻ പറ്റിയത്? ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ലാലേട്ടൻ ഇങ്ങനെ എങ്ങനെ? അദ്ദേഹത്തെ പറ്റി ഞാൻ എന്റെ മനസ്സിലേക്ക് വരുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, അദ്ദേഹം ഒരു നിമിഷം പോലും വേസ്റ്റ് ആക്കി കളയുന്നതായിട്ട് കണ്ടിട്ടില്ല. കാരണം നമ്മളൊക്കെ ഒരു കാര്യം ചെയ്തു, ഇനി റെസ്റ്റ് എടുക്കാം, ഓക്കെ നമുക്ക് സമയമുണ്ട്, റെസ്റ്റ് എടുക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് മടിച്ചികളാണ്, മടിയന്മാരാണ് പലപ്പോഴും. പക്ഷെ അവരിത്രയും എല്ലാ എന്താ പറയാ എല്ലാ സൗഭാഗ്യങ്ങളുടെയും അല്ലെങ്കിൽ എല്ലാ അംഗീകാരങ്ങളുടെയും കൊടുമുടിയിൽ നിൽക്കുമ്പോഴും അവര് എടുക്കുന്നൊരു എഫേർട്ട്, അതിപ്പം യുനോ ഷൂട്ടിങ്ങിന്റെ കാര്യങ്ങളായാലും അല്ലെങ്കിൽ ഹെൽത്ത് നോക്കുന്ന വർക്കൗട്ടിന്റെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത് കാണുമ്പോൾ ഒരു നിമിഷം പോലും അവർ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയുന്നില്ല. അത്രയും പ്രൊഡക്റ്റീവ് ആണ്. അത് നമ്മൾ കണ്ടു പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കണ്ട് അതിന്റെ ഒരു അംശമെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആകാൻ പറ്റും. അടിപൊളി. അതുപോലെ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോ കണ്ട ഏറ്റവും വലിയ ഇത് നമ്മുടെ വരുൺ പ്രഭാകർ അല്ലേ, ഇനി വീണ്ടും നമ്മുടെ ദൃശ്യം വീണ്ടും വരുമോ എന്നൊക്കെ, ജോർജ് കുട്ടി വീണ്ടും ഇറങ്ങണോ എന്നൊക്കെ ഇതിൽ കുറെ കണ്ടായിരുന്നു. സോ ഹൗ വാസ് വർക്കിംഗ് വിത്ത് വരുൺ പ്രഭാകർ? ഞാൻ ചോദിക്കാണ് നമ്മുടെ അതെ റോഷൻ, സോറി നമുക്ക് വരുൺ പ്രഭാകരനെ വരുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ വീണ്ടും അതില് ജോർജ് കുട്ടി ആണെങ്കിൽ ഇതില് റീച്ചലാണോ വരുൺ പ്രഭാകരന്റെ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെ ഇപ്പൊ കഥ പറയുന്നില്ല, അങ്ങനെ പറയണ്ട. ഇല്ല. റോഷൻ ഭയങ്കര രസമുള്ള ഒരു കഥാപാത്രമാണ് ഇതിന്റെ അത് ചെയ്തിരിക്കുന്നത്. ആൻഡ് നമ്മൾ അതിന്റെ അകത്തെ ലവ് ട്രാക്കും ഒക്കെ നമ്മൾ ഓൾറെഡി ട്രെയിലറൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഞങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി നല്ല രസമായിരുന്നു. ആൻഡ് ഭയങ്കര കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. എനിക്ക് കൂടുതലും
കോമ്പിനേഷൻസ് ഉള്ളത് റോഷൻ ആൻഡ് രാധിക, പിന്നെ ബാബുരാജ് ചേട്ടൻ, അങ്ങനെയൊക്കെയാണ്. പേൾ ചേച്ചിയുണ്ട്. അങ്ങനെ അവരൊക്കെ ആയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, പിന്നെ ചന്തു, ഡെഫിനറ്റ്ലി അതെ അതെ, മനോഹരമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇവരുടെ എല്ലാവരുടെയും കൂടിയാണ് ഒരു കോമ്പിനേഷൻ എനിക്ക് വരുന്നത്. രാധിക ഓൾസോ ഭയങ്കര കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആളാണ്. ഞങ്ങളുടെ ഒരു കെമിസ്ട്രി ഭയങ്കരമായിട്ട്, ഏറ്റവും കഷ്ടപ്പാട് പിടിച്ച ഈ സിനിമയിൽ ഞങ്ങൾക്ക് ഏറ്റവും വെല്ലുവിളികൾ നിറഞ്ഞ ഒരു എന്താ പറയാ, ഒരു സീക്വൻസ് ആണ് ഞാനും രാധികയായിട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് അത് ഭയങ്കര രസമായിട്ട് പുള്ളിക്കാരിയുടെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ട്, ഭയങ്കര രസമാക്കി മാറ്റാനായിട്ട്. അടിപൊളി. ചന്ദുവിനെ പറ്റി ഞാൻ സ്പെഷ്യലായിട്ട് എടുത്തു വെക്കാണ്. കാര്യം ഇപ്പൊ ലോകയൊക്കെ കഴിഞ്ഞതോടുകൂടി ചന്ദുവിനെ നമ്മൾ കുറെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു മൂവിയിൽ എങ്ങനെയുണ്ട് ചന്ദുയുടെ കൂടെയുള്ള ചന്ദുയുടെ റോളും? ഞാൻ സത്യം പറഞ്ഞാൽ ആ ട്രെയിലറിൽ ചന്ദ്ര ഇത് ചന്തു അല്ലേ ഒന്നുകൂടെ ബാക്ക് അടിക്കും. സോ ഹൗ വാസ് ഇറ്റ്? ചന്തു ഡെഫിനറ്റ്ലി നമ്മുടെ സലീം ചേട്ടന്റെ മോനാണ്. ആ കാലിബറും ആ ടാലന്റും ഒക്കെ പുള്ളിക്കാരൻ ഡെഫിനറ്റ്ലി ഉണ്ട്. അതെല്ലാം റിഫ്ലക്ട് ചെയ്യുന്ന ഒരു മൂവി തന്നെയായിരിക്കും ഇത്. ഫൺ ടൈപ്പ് ഒരു ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള, ചന്തുവിനെ പോലെ തന്നെ ഇന്നസെന്റ് ആയിട്ടുള്ള, രസമായിട്ട് സംസാരിക്കുന്ന ഒരു കഥാപാത്രം. ഓക്കെ. ഇപ്പൊ ഹണിയുടെ സിനിമകളിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ന സിനിമയാണ് കൂടുതലായിട്ട് എന്നെ ഒന്ന് മൂവ് ഫോർവേഡ് ചെയ്യാനായിട്ട് പുഷ് ചെയ്തത്, ഈ സിനിമയാണ് എനിക്ക് ഭയങ്കര എന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയാൻ പറ്റൊരു സിനിമ ഉണ്ടോ? ഇല്ല, എനിക്ക് എല്ലാ കാലഘട്ടത്തിലും ഒരുപിടി നല്ല സിനിമകളുടെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ആദ്യത്തെ പടം ബോയ് ഫ്രണ്ട് ആയിരുന്നു. സോ ഫസ്റ്റ് പേര് പറയാനാണെങ്കിൽ ബോയ് ഫ്രണ്ട് തന്നെ പറയണം. ആ സിനിമയാണ് എനിക്ക് ഇൻഡസ്ട്രിയിലേക്ക് ഒരു എൻട്രി തരുന്നത്. വിനയൻ സാർ ആയിരുന്നു സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ടൊരു എനിക്കൊരു ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് വന്നൊരു സിനിമയാണ് ട്രിവാൻഡ്രം ലോഡ്ജ്. യെസ്, അത് ഒരു ആളുകളിലേക്ക് ഒരു അക്സെപ്റ്റൻസ് കിട്ടാനായിട്ട്, ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ കിട്ടാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. ആൻഡ് ദെൻ ലാൽ സാറിന്റെ കൂടെയും മമ്മൂക്കയുടെ കൂടെയും ദിലീപേട്ടന്റെ കൂടെയും അല്ലെങ്കിൽ ജയറാം ചേട്ടന്റെ കൂടെയും അങ്ങനെ ഒത്തിരി, ബാദ് ഫാസിൽ, അങ്ങനെ എല്ലാവരുടെയും കൂടെ, ഓൾമോസ്റ്റ് എല്ലാവരുടെയും കൂടെ, ആസിഫ് അലി, എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ദെൻ ചങ്സ് പോലുള്ള ഒരു മൂവി, അതൊരു ഫൺ മൂവി ആയിരുന്നു. പക്ഷെ എങ്കിലും ആ സിനിമ ഇറങ്ങിയ സമയത്ത് ഉള്ള ഒരു ആരവം അത് വേറെ ലെവൽ, അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയേണ്ടതായിരുന്നു. ഫസ്റ്റ് ഞങ്ങള് സിനിമ തിയേറ്ററിൽ കണ്ടിട്ട് പുറത്തിറങ്ങിയപ്പോൾ ആ ക്രൗഡിന്റെ ഒരു റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ അയ്യോ, സത്യത്തിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് തോന്നുന്നു. അതിന്റെ ആ മറ്റേ എന്തോ ജനറേറ്റർ റൂമിൽ ഇങ്ങനെ കൊണ്ടുപോയി ലോക്ക് ചെയ്ത് വെച്ചു കുറെ നേരത്തേക്ക്. ഞാനും അച്ഛനും ഇങ്ങനെ അതിന്റെ ഈ അഴിക്കുള്ളിൽ കൂടി ഇങ്ങനെ നോക്കാൻ ആളുകളൊക്കെ, അങ്ങനെയൊക്കെയുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ചങ്സിന്റെ സമയത്ത്. അത് കാരണം അങ്ങനെ ഒരു ഫൺ മൂവിയാ, ആളുകൾ ഒരു ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു മൂവിയായിരുന്നു അത്. ചിലപ്പോ അതായിരിക്കും ആ സിനിമയുടെ ശരിക്കും ഒരു സിനിമ കഴിയുമ്പോഴാണ് നമ്മളൊരു ആക്ടർ എന്നുള്ള ഒരു താരം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് എന്താ പറയാ, നമുക്ക് സ്വയം ഒരു സന്തോഷവും ഒരു കോൺഫിഡൻസ് ഒക്കെ വരുന്നത്. അങ്ങനെ ചില സിനിമകൾ ഡെഫിനറ്റ്ലി എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരു എന്താ പറയാ, ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ് ഉള്ള ഒരു സിനിമ. ഇപ്പൊ ഹണിയുടെ തന്നെ സിനിമകളില് ഒരു സിനിമ അണ്ടർ റേറ്റഡ് ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതേതായിരിക്കും? കുമ്പസാരം. യെസ്, കാരണം ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു. ഒരു റിയലിസ്റ്റിക് ഒരു മൂവി തന്നെയായിരുന്നു അത്. എന്താ പറയാ, അത് ജയസൂര്യ അദ്ദേഹമായിരുന്നു. ആൻഡ് ഡയറക്ടർ ആയാലും ഒക്കെ ഭയങ്കര കാലിബർ ഉള്ള ആളുകളായിരുന്നു. പക്ഷെ എന്തോ അതിന് വേണ്ട രീതിയിൽ ഒരു റീച്ച് കിട്ടിയില്ല. ഇനി കമ്മിങ് ടു ലൈക്ക് ഒരു പേഴ്സണൽ ഇതിലെടുക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞു റീച്ചൽ ഭയങ്കര ബോൾഡ് ആണ് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ പക്ഷെ ഞങ്ങളെ പോലുള്ള ആളുകൾ പുറത്ത് നോക്കി കാണുമ്പോൾ ഞങ്ങൾക്കും ഫീൽ ചെയ്യുന്നത് ഹണി ഈസ് എ വെരി ബോൾഡ് ക്യാരക്ടർ ആണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു വുമൺ ആണെന്ന് ഫീൽ ചെയ്യും. ഈ പറഞ്ഞ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും വരുന്ന കമന്റ്സ് ഒക്കെ ആ രീതിയിൽ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ദാറ്റ്സ് നോട്ട് എ വെരി ഈസി തിങ് അല്ല. കാരണം ഒരു ചെറിയ നെഗറ്റീവ് അവിടെ നിന്ന് കിട്ടുന്നെങ്കിൽ നമ്മളെ പോലുള്ളവരൊക്കെ തളർന്നു. സോ ആ സമയത്ത് ഇത്രയും അടിപൊളിയായിട്ട് എല്ലാം ഒരു പോസിറ്റീവ് രീതിയിൽ എടുക്കുക, പോസിറ്റീവായിട്ട് ലൈഫിനെ കാണുക, പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാന്ന് പറയുന്നത് ഞാൻ പറയില്ല, ഇറ്റ്സ് എ വെരി ഹ്യൂജ് തിങ്. സോ ഹൗ ഡു ഹാൻഡിൽ ദിസ്? ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ വരുന്ന ട്രോൾസ് ആണെങ്കിലും അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ? ട്രോൾസ് ഒക്കെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ട്രോൾസ് ഒക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആളാണ്. അതിനപ്പുറത്തേക്ക് ഒരു ഹറാസ്മെന്റ് എന്നുള്ള രീതിയിൽ വരുമ്പോൾ മാത്രമേ നമ്മളെ എല്ലാവരെയും അത് അഫക്റ്റ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ തമാശകൾ പറയാനും അത് രസകരമായ തമാശകളൊക്കെ എനിക്കും ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്യും. ഞാൻ തന്നെ അത് എടുത്ത് പോസ്റ്റ് ചെയ്യും ഒക്കെ ചെയ്യാറുള്ളതാണ്. പക്ഷെ ഈ തമാശകൾക്ക് അപ്പുറത്തേക്ക് അതൊരു ബോഡി ഷേമിങ്ങും ഒരു വൾഗർ രീതിയിലൊക്കെ പോകുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മളെല്ലാവരെയും അത് എല്ലാവർക്കും അതാണ് ഹേർട്ട് ആവും. അതിപ്പം
എനിക്ക് വരുമ്പം അതിന്റെ വിഷമവും ബുദ്ധിമുട്ടും എനിക്കറിയാമെന്ന് പറയുന്ന പോലെ നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതങ്ങനെയാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എപ്പോഴും നമുക്ക് കുറച്ചും കൂടി ഒരു വളരെ പോസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ്. കുറച്ചും കൂടിയും സമാധാനവും സന്തോഷവും മറ്റുള്ളവരോടുള്ള ഒരു കരുതലും സ്നേഹവും ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. പക്ഷെ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അവിടെ സംഭവിക്കുന്നത്. പലപ്പോഴും പല കാര്യങ്ങളും സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. വിച്ച് ഇസ് സോ അൺഫോർച്ചുനേറ്റ്. അതിനൊരു മാറ്റം സംഭവിക്കട്ടെ. എനിക്ക് എങ്ങനെ കൊണ്ടുവരണം എന്ന് എനിക്കറിയില്ല. ബട്ട് മേ ബി നിയമപരമായ ഏതെങ്കിലും ഒരു രീതിയിൽ ഇതിനൊക്കെ മോണിറ്റർ ചെയ്യാൻ കഴിയുമെങ്കിൽ ചിലപ്പം ഒരു പരിധി വരെയും ഇതിനൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയായിരിക്കാം. അതാണ് ചില സമയത്ത് നമ്മൾ ഈ പറയുന്ന ഒരു കാണുമ്പോൾ നമ്മൾ ഓർക്കും എന്തെങ്കിലും ഒരു ഇവരെ നിയമപരമായിട്ട് വരാതെ ഇതൊന്നും നിർത്തും തോന്നുന്നില്ല. അതുപോലെ ഈ പറഞ്ഞ 2026 ആവാറ് 2025 തീരാനായിട്ട് പോവാണ്. അപ്പൊ നമ്മള് ചെറിയൊരു സെഗ്മെന്റ് ഈ 2025 വരെയുള്ളതിൽ നമ്മൾ എടുക്കാൻ പോവാം. ശരി. ദ ബെസ്റ്റ് പേഴ്സൺ യു മെറ്റ് ഈ വർഷം. ഈ വർഷം ആരെയാണ്? ഈ വർഷം അങ്ങനെ ഞങ്ങൾക്കൊരു ഈ വർഷമല്ല, ഈ വർഷം മീൻസ് 2025 മേ ബി ഈ വർഷമായിരിക്കാം. ഞാൻ മറൈൻ ഡ്രൈവിൽ ഒരു പുതിയൊരു ഫ്ലാറ്റിലേക്ക് മാറി. അപ്പൊ അവിടെ നല്ല കുറച്ച് ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് അപ്പൊ ഒരു പേഴ്സൺ എന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും ഏറ്റവും നല്ല ആളുകൾ തന്നെയാണ്. ഞങ്ങൾക്കൊരു ബാഡ്മിന്റൺ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അവരൊക്കെ ഭയങ്കര നല്ല മനുഷ്യരാണ്. അപ്പൊ അവരെ പറയാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ ഈ വർഷത്തെ ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റുമോ? ഈ വർഷം ഞാൻ ഇന്ന സ്ഥലത്ത് പോയപ്പോൾ എനിക്കൊരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറയാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ബെസ്റ്റ് മൊമെന്റ് ഓഫ് ദി ഇയർ. റേച്ചലിന്റെ മേ ബി ഓഡിയോ റീസെന്റ് 2-3 ദിവസം മുമ്പ് കഴിഞ്ഞതായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ടൈറ്റിൽ കഥാപാത്രം ഒക്കെ ചെയ്തുകൊണ്ടായിരിക്കും ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു. ഇതുവരെയും ഒരു പ്രോഗ്രാമിനും എനിക്ക് അത്രയും ഒരു ടെൻഷനും പേടിയും ഫിയറൊന്നും വന്നിട്ടില്ല. ഇത് എന്ത് ചെയ്യും ദൈവം, ഞാൻ തലകറങ്ങി വീഴുമോ ഇനി അവിടെ എന്നൊക്കെയുള്ള അത്രയും എനിക്ക് സ്ട്രെസ് ആയിരുന്നു. അതെന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ കണ്ടു കഴിഞ്ഞാൽ, എന്റെ വിഷ്വൽസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഇത്രയും സ്ട്രെസ്ഡ് ആയിരുന്നു. അതൊരു നല്ല സ്ട്രെസ് അല്ലേ? ഒരു നല്ല എക്സൈറ്റ്മെന്റ് എന്തായാലും സ്ട്രെസ് അല്ല, ഒരു നല്ല എക്സൈറ്റ്മെന്റ് അല്ലേ? എക്സൈറ്റ്മെന്റിന് അപ്പുറത്തേക്ക് ഭയങ്കര ടെൻഷൻ. എന്നിട്ട് അതെങ്ങനെ? പക്ഷെ ഞാൻ ആ സ്റ്റേജിൽ വന്ന നിമിഷം തൊട്ടിട്ട് ഞാൻ ഭയങ്കര കൂളായി. അത് വേറൊരു സാധനം. പക്ഷെ അന്നത്തെ ദിവസം മുഴുവൻ എനിക്ക് ഭയങ്കര പ്രാന്തായിരുന്നു. ഇതിപ്പോ സിനിമ ഇറങ്ങാൻ പോവാണ്, ആളുകളുടെ അടുത്ത് നിന്ന് കിട്ടാൻ പോകുന്ന റിവ്യൂസ് റെസ്പോൺസ് എങ്ങനെയാവും എന്നോർത്തിട്ട് ഈ പറഞ്ഞ സ്ട്രെസ്സും ടെൻഷനൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും അത് വരുന്നേ ഉള്ളൂ, ആ സമയമാവുന്നല്ലേ ഉള്ളൂ. അന്ന് എന്നെ ആരും വിളിക്കണ്ട. അല്ല, എനിക്ക് ഇങ്ങനത്തെ കുറെ വട്ടമുള്ള ആളാണ്. എനിക്ക് ഭയങ്കര ടെൻഷന്റെ ആളാണ്. എനിക്ക് പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ലെങ്കിലും ടെൻഷൻ ആവുന്ന ആളാണ്. അപ്പൊ ഇതൊക്കെ ഉള്ളപ്പോഴത്തേക്കും. അതുപോലെ തന്നെ 2025 തീർന്നതിന് മുമ്പ് ഉണ്ടായ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്. ഇതെന്താന്നറിയാമോ, എന്റെ ലൈഫ് അങ്ങനെ ഭയങ്കര സംഭവ ബഹുലമായ സാധനമല്ല, വളരെ സിമ്പിൾ ആണ്. നോർമൽ ഒരു ഫേസിലാണ് ഇത് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരാൾ പെട്ടെന്ന് വരികയോ പോവുകയോ അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒന്നും എന്താ പറയാ പ്രാധാന്യമില്ല എന്റെ ലൈഫിൽ. അതാണ് അതിന്റെ റിയാലിറ്റി. ഫ്രണ്ട്സ് ഉള്ളവരൊക്കെ അവിടെ തന്നെയുണ്ട്. അത് പെട്ടെന്നൊരാള് ഉണ്ടാവുന്ന, പിന്നെ പെട്ടെന്നൊരു ഫ്രണ്ടിനെ ഉണ്ടാക്കുന്ന ആളേ അല്ല ഞാൻ. എനിക്ക് നല്ല സമയമെടുത്ത് എനിക്ക് അയാളെ വിശ്വസിക്കാമെന്ന് ഉറപ്പ് വരുന്ന സമയത്ത് മാത്രമേ എന്റെ ഒരു സർക്കിളിലേക്ക് അയാള് വരുള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ അവര് പിന്നെ അവിടെ നിലനിൽക്കും. അങ്ങനെയാണ്. അപ്പം അത് അല്ലാത്ത എല്ലാ ആളുകളുടെ അടുത്തും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ആളാണ്. പക്ഷെ ഒരു ഹൈ ബൈ റിലേഷൻഷിപ്പ് ആയിരിക്കും. ഓക്കെ. ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ഡൗൺ ആവാണ്, അങ്ങനെയാണെങ്കിൽ whom do you look up to? ലൈക്ക് പെട്ടെന്നൊരു ഹെൽപ്പ്. എന്റെ പേരൻസ് ഡെഫിനറ്റ്ലി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ് അപ്പനും അമ്മയും. പിന്നെ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള 1-2 വളരെ വിരലിൽ എണ്ണാവുന്ന കുറച്ച് മനുഷ്യരുണ്ട്. അവരെല്ലാ കാലത്തും എന്നോടൊപ്പം ഭയങ്കര സപ്പോർട്ടീവായിട്ട് എന്റെ ഏത് ആവശ്യത്തിനും ഞാൻ ഇങ്ങനെ വിളിച്ച് അങ്ങനെ ചെയ്യാമോ ഇങ്ങനെ ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ തന്നെയാണ്. അപ്പൊ അവര് സപ്പോർട്ടീവായിട്ടുണ്ട്. അത് ആരാണെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ അറിയുന്ന ആളാണ്, ഐ മീൻ ഇൻഡസ്ട്രി. ഡെഫിനറ്റ്ലി. അപ്പൊ അങ്ങനെ കുറച്ച് മനുഷ്യരുണ്ട്. അതവിടെ അവരങ്ങനെ സ്വസ്ഥമായിട്ടിരുന്നോട്ടെ. അവരുടെ പേര് പറയുന്നത് ആൾക്കാർ ചിലപ്പോ ഇനി ഒരാളുടെ പേര് പറഞ്ഞ അടുത്ത ആൾക്ക് സങ്കടമായാലും. ഓക്കെ. ആൻഡ് ഞാനൊരു കമന്റ് വായിച്ചതാണ്, ഒരു വാണി വിശ്വനാഥ് സ്റ്റൈലൊക്കെ ഉണ്ടെന്നൊക്കെ ഈ റേച്ചലിന്റെ ട്രെയിലറിന്റെ അണ്ടറിൽ വന്നത്. സോ അങ്ങനെ ഈ പറഞ്ഞ പോലെ വാണി വിശ്വനാഥ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലൈക്ക് പഴയ സിനിമകളൊക്കെ എടുത്തതിന് നമുക്കറിയാം വാസ് എ ബോൾഡ് ക്യാരക്ടറാണ്, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ. പോലീസ് റോള് വുമൺ ആണ് ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് വാണി വിശ്വനാഥ്. സോ അങ്ങനെ എപ്പോഴും ലൈക്ക് ഈ പറഞ്ഞ പോലെ
ഇൻസ്പിറേഷൻ ആയിട്ട് മലയാള സിനിമയിൽ ഒരു ഇത്ര ബോൾഡ് ആയിട്ടുള്ള സ്ത്രീ കഥാപാത്രം എന്ന് പറയാൻ പറ്റുമോ ആരെങ്കിലും? ഒത്തിരി പേരുണ്ട്. ഇപ്പൊ വാണി ചേച്ചി പുള്ളിക്കാരി ചെയ്തു വെച്ചേക്കുന്ന ഒരു സാധനം എനിക്ക് തോന്നുന്നു അതൊന്നും വേറൊരാൾക്കും അത്ര ഈസി ആയിട്ട് എടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ആൻഡ് അതേപോലെ തന്നെ ഒത്തിരി കഥാപാത്രങ്ങളുണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ. പക്ഷെ ഈ റേച്ചൽ എന്ന് പറയുന്നത് വാണി ചേച്ചി ചെയ്തു വെച്ച പോലത്തെ ക്യാരക്ടർ ആണെന്ന് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ഇതിന്റെ രണ്ടിന്റെയും ഒരു ഇൻബിറ്റ്വീൻ ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇത്. റേച്ചൽ ഭയങ്കര യൂണിക് ആയിട്ടുള്ള ഒരു കഥാപാത്രം തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഈ സിനിമ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു റെഫറൻസോ കാര്യങ്ങളോ ഒന്നും നോക്കിയിരുന്നില്ല. കാരണം ഇത് നമ്മൾ ഇതിനു മുമ്പ് ഞാൻ പേഴ്സണലി കണ്ടിട്ടുള്ള സിനിമകളുടെ ഒന്നും എന്താ പറയാ ഒരു ചായവുള്ള ഒരു കഥാപാത്രമല്ല റേച്ചൽ. ഷീ ഈസ് ഡെഫിനറ്റ്ലി യൂണിക്. ഒരു പുതിയ ഒരു ഫ്രഷ് എക്സ്പീരിയൻസ് ആയിരുന്നു 100%. എല്ലാ രീതിയിലും ഈവൻ ദ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ യൂണീക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി ഇതുപോലൊരു ടൈറ്റിൽ കഥാപാത്രം വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ലേ? പിന്നെ വരണം എന്നാണല്ലോ ആഗ്രഹം, വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കാം. ഇത്രയും വർഷങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ലൈക്ക് ഒരു ലേണിംഗ് പ്രോസസ് ഉണ്ടാവും നമ്മൾ ആസ് എൻ ആക്ടർ. സോ വാട്ട് ഡിഡ് യു ലേൺ ദ മോസ്റ്റ് ഈ ഒരു സിനിമയിലേക്ക് വന്നപ്പോഴേക്കും? ഈ ലേണിംഗ് പ്രോസസ്സ് ഒരൊറ്റയടിക്ക് ചിടുന്ന പോലെ ഉണ്ടാവുന്നതല്ല. അത് പതുക്കെ 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 സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പം ഇപ്പൊ ഞാൻ കുറേം കൂടി സിനിമയെ വേറൊരു തലത്തിൽ നിന്ന് ചിന്തിക്കാൻ തുടങ്ങി, മനസ്സിലാക്കാൻ തുടങ്ങി, കഥാപാത്രത്തിനെ ഉൾക്കൊള്ളാൻ തുടങ്ങി. അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തൊക്കെ എഫേർട്ട് എടുക്കണോ അതിനെല്ലാം മെന്റലി ഫിസിക്കലി എല്ലാം റെഡി ആയിട്ടുണ്ട് എന്നുള്ള ഒരു റിയാലിറ്റിയാണ്. ഇതിന് മുമ്പൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും അത് ചെയ്ത് വെക്കുക, ഓക്കെ എന്റെ ഡയലോഗ് ഓക്കെ ആയി, ഓക്കെ ഫൈൻ, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, അവിടെ നിന്ന് ഓക്കെ പറഞ്ഞു, ഓക്കെ അങ്ങനെയായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം നമ്മൾ അതിൽ 100% ഇൻവോൾവ് ആവും. നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് ഓക്കെ എല്ലാം തോന്നുകയാണെങ്കിൽ വീണ്ടും പറയുന്നില്ല സാർ ഞാൻ ഒന്നും കൂടി ചെയ്യാം, എനിക്കത് ഓക്കെ, അങ്ങനെയൊക്കെ പറയാനുള്ള ഒരു തലത്തിലേക്ക് വളർന്നിട്ടുണ്ട്. അതൊരു ഭയങ്കര നല്ലൊരു, പിന്നെ ഇതിനെ കുറിച്ച് ഞാൻ എത്രത്തോളം മാറ്റം എനിക്ക് വന്നു എന്നുള്ളത് പ്രേക്ഷകർ തന്നെ പറയേണ്ടത്. സിനിമ കണ്ടിട്ട് ഞാനല്ലായിരുന്നു. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു നല്ല റെസ്പോൺസ് ഒക്കെ തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. വരണമെന്ന് ആഗ്രഹിക്കുന്നു. What do you have to say to people? ഡെഫിനറ്റ്ലി സിനിമ തിയേറ്ററിൽ പോയി കാണണം. ഭയങ്കര രസമായിട്ടുള്ള ഒരു മൂവിയാണ്. ഒരു എല്ലാ തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പക്ക കൊമേഴ്ഷ്യൽ മൂവിയാണ്. സ്ത്രീ കേന്ദ്രീകൃതമായ സിനിമ എന്ന് നമ്മൾ പറഞ്ഞത് അങ്ങനെ മാറ്റിയെടുക്കേണ്ട ഒരു സിനിമയല്ല. കാരണം ഇതൊരു 100% ഒരു പക്ക കൊമേഴ്ഷ്യൽ മൂവിയാണ്. ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും 100%. അപ്പം ഡോണ്ട് മിസ് ഇറ്റ്. ഹണി ഇപ്പൊ സംസാരിക്കുമ്പോഴാണെങ്കിലും എനിക്ക് മനസ്സിലായി, കമന്റ്സിൽ പറഞ്ഞെല്ലാം കറക്റ്റ് ആണ്. പേര് പോലെ തന്നെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരാളാണ്. നമ്മളിപ്പോ 2025 കാര്യങ്ങൾ പറയായിരുന്നു, ബെസ്റ്റ് 2025 തന്നെയല്ല, ഈ വർഷങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഒരു സിനിമ ലിസ്റ്റിൽ വരട്ടെ റേച്ചൽ. Thank you so much for your time. Thank you.